ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ലുലു സ്പൈസി കുക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഓറിയോ ഗ്ലാസ് പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഗ്ലാസ്സിലും ജാറിലും ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 14 ഓറിയോ ബിസ്ക്കറ്റാണ്. അതായത് ഓറിയോ ബിസ്ക്കറ്റ് ചെറിയ 3 പാക്കറ്റ് എടുത്താൽ മതിയാകും. അതേപോലെ 1/2 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സിമ്പിൾ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 11 ഓറിയോ ബിസ്ക്കറ്റ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. 3 ബിസ്ക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പുഡിംഗ് ടോപ്പിലൊന്ന് ഇട്ടെടുക്കാനുള്ളതാണ്. അത് ലാസ്റ്റ് പൊടിക്കാം. നന്നായി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ പോരാ, നന്നായി പൗഡർ പോലെ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഒന്ന് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബട്ടർ ചേർക്കുമ്പോൾ ചൂടുള്ള ബട്ടർ ചേർക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന ഗ്ലാസിൻ്റെ അടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഗ്ലാസ് ഞാൻ വൃത്തിയാക്കി നന്നായി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തേക്ക് 2.5 ടേബിൾ സ്പൂണോളം ബിസ്ക്കറ്റ് പൗഡർ ഇട്ട് കൊടുക്കാം. ജാറിലും കൂടി ഇട്ട് കൊടുക്കാം. മൂന്നിലും ഈക്വലായിട്ട് ഇട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. സ്പൂണിൻ്റെ അടിഭാഗം കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. മേലെ നന്നായിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത്. മൂന്നും ഈക്വലായിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി അരമണിക്കൂറോടൊന്ന് തണുപ്പിച്ചെടുക്കാം. അരമണിക്കൂറിൻ്റെ ഒന്ന് സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്ക് മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാം. നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാം. അതിനായി കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പാലൊഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലിലെ വെള്ളമായാലും മതി കേട്ടോ. ഇതേപോലെ കട്ടയില്ലാതെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. തിക്കാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതിയാവും. കുറച്ച് ലൂസായി പോകണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ നമ്മുടെ പുഡിംഗ് സെറ്റായി കിട്ടുകയുള്ളൂ. ഇപ്പോൾ റെഡിയാണ്. ഇനി നമുക്ക് പാല് വെച്ചും തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് ഷുഗറാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ബിസ്ക്കറ്റിൽ ഓൾറെഡി മധുരം ഉള്ളത് കൊണ്ട് 1/4 കപ്പ് മതിയാവും. ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലോറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചേർത്ത് കഴിഞ്ഞാൽ നന്നായി മിക്സാക്കി കൊടുക്കണം. കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇതേപോലെ നന്നായി കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഫോമിൽ പുഡിംഗ് മിക്സ് റെഡിയാണ്.
അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത് ഗ്ലാസ് ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഈ മിൽക്ക് പുഡിംഗ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. മൂന്നിലും ഈക്വലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ച ബിസ്ക്കറ്റ് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആൽമണ്ട്സ് ക്രഷ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടെടുക്കുമ്പോൾ സൈഡിലൊക്കെ കവർ ചെയ്ത് ഇതേപോലെ ഒന്ന് ഇട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇങ്ങനെ ബിസ്ക്കറ്റ് പോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഓരോ ഓറിയോ ബിസ്ക്കറ്റ് ഒരു ഭംഗിക്ക് ഇവിടെ നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 7-8 മണിക്കൂറോളം ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിപ്പം ശരിക്കും ഒരു 7-8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിനടുത്ത് പുറത്ത് വെച്ചതാണ്. പുഡിംഗ് റെഡിയാണ്. അടിവൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് സ്പൂണ് വെച്ചൊന്ന് കട്ട് ചെയ്യാം. സെറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഈസിയാണ്. ടേസ്റ്റി പുഡിംഗ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റു റെസിപ്പിയായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.